ഇപ്പോൾ കേരളത്തിലെ ജനം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ അജയ്? എന്താണ്? റോഡ്. റോഡിന്റെ മോശം അവസ്ഥ. ഇന്ന് രാവിലെ ഒരു മാതൃഭൂമിയിൽ വന്നൊരു വാർത്തയാണ്. സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, 5 മുറി തച്ചനടി റോഡിൽ വിജിലൻസ് പരിശോധന. ടാറിങ്ങിന് കനം കുറവ് 4 സെന്റിമീറ്റർ, വേണ്ടിടത്തുള്ളത് 1.5 സെന്റിമീറ്റർ കനം. നമ്മുടെ അവിടെയും റോഡുകളും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ അതിൽ സത്യാവസ്ഥ എന്താന്നുള്ളത് നമ്മൾ ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. നമ്മൾ ആകെ പറയുന്നത് എന്താ പറഞ്ഞാൽ മെമ്പർമാർ ശരിയില്ല, മറ്റേതാ മറിച്ച്. അതാണോ സത്യം? നമുക്കറിയില്ല. നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കണം. കാരണം ഇതിൽ മെയിൻ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ടെൻഡറൊക്കെ പണ്ട് കാലത്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ അറിയണത് അന്വേഷിച്ചപ്പോ. ജനുവരിയിലൊക്കെ ടെൻഡർ കഴിഞ്ഞു, ഫണ്ടിങ് അങ്ങനെ ആയി ഇങ്ങനെ ആയി. ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. കാരണം ഇത് അറിയണം പറഞ്ഞാൽ ഇവര് ഈ ചെയ്ത ആരെങ്കിലും ഒരാൾ തന്നെ വായ തുറക്കണം. അവരാരും ഒന്നും പറയണില്ല. നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാൻ പോയിട്ടുമില്ല. അതാണ് സത്യാവസ്ഥ. ഈ മഴക്കാലം വന്നപ്പോഴാണ് ഈ ജനങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. കാരണം പലവടിയും ആക്സിഡന്റും കാര്യങ്ങളും, ഈ കുഴിയിൽ കുട്ടികളും ഫാമിലി ആയിട്ട് പോകുമ്പോൾ ആ കുട്ടികളൊക്കെ വീഴുക, കുട്ടികൾക്ക് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. വണ്ടിക്ക് തന്നെ എത്ര രൂപ ചെലവ് വരുന്നു ആ കുണ്ടും കുഴിയും മൊത്തം ഡാമേജുകളും. അപ്പോൾ നമുക്കൊരു ഉപകരിക്കുന്ന ഒരു വാഹനത്തിന് എത്രയും വലിയ ചെലവ് വരുന്നുണ്ട്. ഈ മനുഷ്യജീവിതമാണ്, എന്തും സംഭവിക്കാം. എനിക്ക് പെട്ടെന്ന് ഈ കാര്യം കേട്ടപ്പോ ആദ്യം എന്താ ഓർമ്മ എന്നറിയോ? നമ്മുടെ 2020 സിനിമയില് സായികുമാറിന്റെ ഒരു ഡയലോഗുണ്ട്. കേരളത്തിലെ റോഡുകളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ട്രെയിനിൽ യാത്ര ചെയ്തു. ഒരു കുഴപ്പമില്ല റോഡിന്. മനസ്സിലായില്ലേ? ആ ഒരു നിലപാട് മന്ത്രിമാര് സ്വീകരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പകുതി പ്രശ്നങ്ങളും കൂടുന്നത്, വലുതാണ്. ജനങ്ങൾക്കത് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ജനുവരിയിൽ ടെൻഡറും കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷെ അത് അവർ ചെയ്യാൻ മുതലുള്ള പണി ചെയ്യാനുള്ള അവര് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം റോഡ് ചെയ്ത സമയത്ത്, റോഡ് ചെയ്ത ശേഷമാണ് പൈപ്പ് ലൈനിന്റെ എന്തോ പണി നടന്നത്. വീണ്ടും ആ ചെയ്ത ശേഷം കുത്തിപ്പൊളിച്ചു. അപ്പൊ അതിനുശേഷം ഈ പൈപ്പ് ലൈൻ നമുക്ക് അവര് ചെയ്യാൻ വേണ്ടിട്ട് റീസ്റ്റോറേഷൻ വർക്ക് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അവർ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ചെയ്തു. അപ്പൊ അവർക്ക് അതിൽ വലിയ നഷ്ടം പറ്റിയെന്നാണ് അവർ പറയണത്. നഷ്ടം പറ്റിയപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഈ ഫണ്ട് കേന്ദ്രത്തിന്റെ എന്തോ പൈപ്പ് ലൈൻ പദ്ധതി എന്തോ ആയിരുന്നു, ആ ഫണ്ട് വന്നില്ല. അതുകൊണ്ട് അവർക്ക് അതിന് നഷ്ടം പറ്റിയതുകൊണ്ട് ഇപ്പൊ പണി തുടങ്ങാൻ കയ്യില് ഫണ്ട് ഇല്ല എന്നൊക്കെയാണ് അവർ പറയണത്. പാവട്ട ഒന്നും മിണ്ടില്ല ഈ കാര്യത്തിൽ. പാവട്ട ഒരക്ഷരം മിണ്ടില്ല, ബബ്ബ അടിക്കും.